ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുളി കൊണ്ടുള്ളൊരു ചട്നിയാണ്. ചട്നി എന്ന് പറഞ്ഞാൽ സോസ് പോലെ ഇരിക്കുന്ന നമ്മൾ ദഹി ബല്ലെ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട് നോർത്തിൽ. ഇവിടെ ഹോളി സ്പെഷ്യലാണ്. ആ ദഹി ബല്ലേക്ക് മുകളിൽ നമ്മൾ ഒഴിച്ച് കഴിക്കുന്ന ഒരു ചട്നിയാണ് പുളി കൊണ്ടുള്ള ഒരു ചട്നി. ആ പുളി മാത്രമല്ല, പുളി മധുരം കുറച്ച് മസാലകളും ചേർത്തിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. വളരെ നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. അത് കുറേ ഐറ്റംസിൻ്റെ ഇവിടെ പല വിഭവങ്ങളുടെയും കൂടി കൂട്ടി കഴിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കി വെച്ച ഒരു മാസത്തോളം നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാനും പറ്റും. നമ്മുടെ ടൊമാറ്റോ സോസ്, കെച്ചപ്പ് അതുപോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചട്നിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 100 ഗ്രാം പുളി, അത് വെള്ളത്തിലിട്ട് നമ്മൾ തിളപ്പിച്ച്, നമ്മൾ പുളിയിഞ്ചിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തിളപ്പിച്ച് അതിൻ്റെ പൾപ്പെടുത്ത് അരിച്ച് വെച്ചിട്ടുണ്ട് അരിപ്പയിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല കല്ലോ മണ്ണോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ നാര് കുരു എല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി അത് അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ ഈന്തപ്പഴം, ഇത് ഓപ്ഷണലാണ്, അല്ലെങ്കിൽ ശർക്കര മാത്രം ഇട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ പുളിയും കുറച്ച് ഈന്തപ്പഴം കൂടിയിട്ട് ഇത് അരച്ചിട്ട് മിക്സിയിൽ അരച്ച് അതിൻ്റെ പൾപ്പും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ശർക്കരയും പുളിയും മാത്രമായിട്ടായാലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അരച്ചിട്ട് അതിൻ്റെ പൾപ്പ് എടുക്കണം. പിന്നെ അതിന് വേണ്ടി ചേർക്കാൻ ശർക്കര. പിന്നെ വേണ്ടത് അതിൽ കുറച്ച് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കുരുമുളകും, പിന്നെ കുറച്ച് ജീരകം, സാധാരണ നമ്മുടെ ജീരകം, പിന്നെ പെരുംജീരകം വേണം, പിന്നെ അയമോദകം. ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അത് നമുക്ക് കാണാം. അതിനു വേണ്ടി നമ്മളൊരു പാത്രത്തിൽ ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കര ഇതിലിട്ട് സ്വല്പം വെള്ളം ചേർത്ത് തന്നെ ഉരുക്കിയെടുക്കണം. ആ ശർക്കര ഉരുക്കി വരുമ്പോഴേക്കും നമുക്കൊരു മസാല തയ്യാറാക്കാം. ആ മസാല നമ്മൾ ഒന്ന് ചൂടാക്കി അതിനെ പൊടിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോംഫ് എന്ന് പറയും, പെരുംജീരകം. അപ്പോൾ 1 സ്പൂൺ പെരുംജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, 1 സ്പൂൺ കുരുമുളക്, പിന്നെ നമ്മുടെ നോർമൽ ജീരകം, ചെറിയ ജീരകം, ഇതൊക്കെ 1 സ്പൂൺ ഇട്ട് നമ്മൾ ചെറിയ ഒരു ചൂടിൽ ചൂടാക്കിയെടുത്തൊന്ന് പൊടിച്ചെടുക്കണം. ഈ മസാലകളൊക്കെ ഈ 3 ഐറ്റംസും പൊടിച്ച് നമ്മളതിൽ ചേർക്കുമ്പോൾ നല്ല മണമായിരിക്കും ആ സോസിന് വരിക. ഇത് പൊടിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്ന ഡേറ്റ്സ് കുരു കളഞ്ഞ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, വെള്ളത്തിൽ കുതിർത്തത്. ഇനി ഇത് നമുക്ക് പൾപ്പ് പോലെ അരച്ചെടുക്കണം. വരെ നമ്മൾ വറുത്ത് വെച്ച ജീരകവും കുരുമുളകും പെരുംജീരകവും പിന്നെ ഇത് കൂടിയിട്ട് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി നമ്മളിവിടെ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചീനച്ചട്ടി നമ്മൾ കത്തിച്ച്, ഗ്യാസ് കത്തിക്കുക, ചീനച്ചട്ടി വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് 1 സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കായം, കായൊക്കെ നമ്മുടെ ചട്നിയിൽ നമ്മുടെ വയറിന് ഗ്യാസൊന്നും ഉണ്ടാക്കാതിരിക്കാനാണ്. എന്താ വെച്ചാൽ ഇത് നമ്മുടെ ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വയറ്റിൽ ഗ്യാസും ഇതൊക്കെ ഇല്ലാതിരിക്കാനാണ് അതിൽ ചുക്ക് പൊടിയും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പുളിയുടെ പൾപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇന്നും പുളി ഇവിടെ തിളച്ചു തുടങ്ങി. ഇനി അതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് വേണ്ടത് ബ്ലാക്ക് സോൾട്ട്, 1 സ്പൂണ് ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്യണം. പിന്നെ അതിനൊപ്പം സാധാരണ നമ്മുടെ ഉപ്പ്, നോർമൽ സോൾട്ട്, കുറച്ച്
ചുവന്ന എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ലത്. നമ്മളൊരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. അതുമാതിരി ചുക്കുപൊടി വേണം അതിലേക്ക്. 1 സ്പൂണ് ചുക്കുപൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഉഴുന്നൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഉഴുന്നുവട തന്നെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ആ ഉഴുന്നിൻ്റെ കൊണ്ട് ചിലർക്ക് വയറിനൊരു പ്രശ്നങ്ങൾ, അതായത് ഗ്യാസൊക്കെ നിറയുന്ന, അതിന് വേണ്ടിയിട്ടുള്ളൊരു ചട്നിയിൽ ഇതിൽ നമ്മൾ ആഡ് ചെയ്യാന്ന് വെച്ചാൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അയമോദകമുണ്ട്, ചുക്കുണ്ട്, ജീരകമുണ്ട്, അതുമാതിരി ബ്ലാക്ക് സോൾട്ട്. ഇതെല്ലാം വയറിന് നല്ല ഇതാണ്, അതായത് ഗ്യാസൊന്നും ഉണ്ടാവാതിരിക്കുക. അങ്ങനത്തെ ഐറ്റംസാണ് ഇതിലൊക്കെ ഈ മസാലയിൽ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളില്ലാതിരിക്കുകയാണ് ഈ ചട്നി ഉപയോഗിച്ചത് കഴിക്കുന്നത്. ചെറുവിധം കുറുകി തുടങ്ങി. ഇനി നമുക്കതിലേക്ക് എന്താ പറയുക, അരച്ച് വെച്ചേക്കണ പൾപ്പ്, ഡേറ്റ്സ് അരച്ച് വെച്ചത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറേശ്ശെ നമുക്ക് ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കാം. വല്ലാണ്ട് കട്ടിയാവണ്ട, നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് ആ വടയിലേക്ക് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് കുറച്ചൊന്ന് കുറുകി വന്നിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലപ്പൊടി ഉണ്ട്, കുരുമുളകും പെരിഞ്ജീരകവും ഒക്കെ ജീരകമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ മസാലപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ശരിക്കും നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പുറത്ത് പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ, അതിനേക്കാളും രുചിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ഐറ്റംസൊക്കെ വീട്ടിൽ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ പോയി കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിനൊക്കെ ഇപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. എന്താ വെച്ചാൽ അതിൽ ഇത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും അവർ ചേർക്കുന്നില്ല. കുറച്ച് പുളി കലക്കി കുറച്ച് മധുരം ഈ ശർക്കര ഇട്ട് നമ്മൾ തരുമ്പോൾ നമുക്കെല്ലാം നന്നായിട്ട് തോന്നും. അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുമ്പോൾ ആ ചട്നി, അതുമാതിരി ഗ്രീൻ ചട്നി ഉണ്ട്, അതൊക്കെ ഒഴിക്കുമ്പോൾ നമുക്കൊന്നും അറിയില്ല. പക്ഷേ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിനൊക്കെ ഒരു സുഖമില്ലാത്ത പോലെ തോന്നും നമുക്ക്. സ്തംഭനം, അതുമാതിരി വയറ് വീർക്കൽ ഒക്കെ തോന്നണം, ഗ്യാസ് കയറുക, അങ്ങനെയൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ബാലൻസ് ചെയ്യാത്ത കാരണം ഈ മസാലകളൊക്കെ ഇടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ചിലപ്പോൾ ക്വാളിറ്റി അത്ര നന്നായിട്ട് കിട്ടിയില്ലെങ്കിൽ വയറിനൊക്കെ പ്രശ്നം വരും. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും വീട്ടിലുണ്ടാക്കി കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ലാതിരിക്കും. ഞാൻ എല്ലാ ഹോളിക്കും ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റമാണ്. പിള്ളേർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് എപ്പോഴും ഡിമാൻഡ് ചെയ്യണ ഒരു സാധനമാണ് ദഹിബല്ലേ ഹോളി ആകുമ്പോൾ. രസമല്ലേ എല്ലാവരും കൂടി ഇരുന്ന് ഹോളിക്കൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കുക. അത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും. നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന കാര്യം പണി കുറവാണെങ്കിലും ഇത്ര സ്വാദ് ഉണ്ടാവില്ല. ഇനി നമുക്ക് അടുത്തത് ദഹിബല്ലിക്കുള്ള ഗ്രീൻ ചട്നി, അതായത് മല്ലിയുടെ ഇല കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പച്ച കളറിലുള്ള ചട്നി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിലേക്കൊരു ജാറിലേക്ക് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കണം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി. അതുമാതിരി മല്ലിയുടെ ഇല കഴുകി വൃത്തിയാക്കി വെച്ചത് നമ്മൾ അരിഞ്ഞിട്ട് അത് അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കണം. തണ്ടൊക്കെ ആവാം, അതായത് നമുക്ക് തണ്ട് കൊടുക്കണം. അരക്കുക, സ്മൂത്തായിട്ട് അരക്കുക വേണ്ടത്. അപ്പം നമുക്ക് ഈ തണ്ടൊക്കെ അതിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഇട്ടായി ബ്ലേഡിൻ്റെ ഉള്ളിൽ കിടന്ന് ചുറ്റും. അതുകൊണ്ട് നമ്മളിങ്ങനെ വലിയ കുറച്ച് കഷ്ണ പീസുകളായിട്ട് എരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 സ്പൂണ് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം, ചെറിയ ജീരകം, പെരുംജീരകമല്ല, ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഉപ്പ്. അപ്പം അതിന് പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് 2-3 സ്പൂണ് തൈരാണ്. തൈര് എന്ന് പറഞ്ഞാൽ പുളിയില്ലാത്ത തൈര് വേണം, പുളിയില്ലാത്ത തൈരാവരുത്. അല്ല കട്ടി തൈര് 3 സ്പൂണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് വേണ്ടത് നാരങ്ങ നീരാണ്. നാരങ്ങ നീര് കുരുവെല്ലാം കളഞ്ഞ്, കുരു പെട്ടാൽ കഴിക്കും, കുരു കളഞ്ഞ് അതിലേക്ക്
കുറച്ച് കുരുപെട്ട് നമ്മളതെടുത്ത് കളയണം. ഇതെല്ലാം കൂടി നമുക്ക് അരച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നികളിൽ നമ്മൾ 2 തരം ചട്നി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മല്ലിയുടെ ഇല ഇട്ടിട്ടുള്ള പച്ച ചട്നി, അതുമാതിരി നമ്മുടെ പുളിയും ശർക്കരയും ഈന്തപ്പഴവും കൊണ്ടിട്ടുള്ള മധുരം, കുറച്ച് പുളി മധുരമുള്ള പുളിയുടെ ചട്നി.